Dear students, welcome to my channel. എല്ലാ കുട്ടികൾക്കും ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററായ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാഠത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നൊന്ന് നോക്കി പോകാം. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ അല്ലേ, മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കാം. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് പേജിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. എന്താണ്? കുറേ കുട്ടികൾ ഒരു പച്ചക്കറി തോട്ടത്തിലിരുന്ന് എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നതാണ് അല്ലേ. നിങ്ങളുടെ സ്കൂളിലും ഇതുപോലെ തന്നെ പച്ചക്കറി തോട്ടം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴല്ല, നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തല്ലേ. ഇപ്പം നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ വിളവെടുത്തിട്ടുണ്ടാവും, ഉച്ചഭക്ഷണത്തിന് വേണ്ടി ആ പച്ചക്കറികൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ. അതുപോലെയുള്ള ആക്ടിവിറ്റീസാണ് ഇവരിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ചെടികൾ നടുമ്പോൾ അതിൽ പുതിയ ഇലകൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാകുമ്പോഴൊക്കെ വളരെ സന്തോഷം തോന്നും അല്ലേ മനസ്സിന്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെടികളൊക്കെ നടാറില്ലേ? അപ്പോൾ അതുപോലെ ചെടികളെക്കുറിച്ച്, ചെടികളുടെ പലവിധം നടൽ രീതികൾ, എങ്ങനെയാണ് ഗുണമേന്മയുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ബാബു എന്ന് പറയുന്ന ഒരു കുട്ടി ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ പംകിൻ വൈൻ ദാറ്റ് സ്പ്രൗട്ടഡ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദ കിച്ചൺ വാസ് റെഡി ടു സ്പ്രെഡ്. ഐ മെയ്ഡ് എ ഫൊറോ അറൗണ്ട് ഇറ്റ്, മാൻവേഡ് ആൻഡ് വാട്ടേഡ് ഇറ്റ്. ഇറ്റ് ഗ്രൂ വെൽ ബട്ട് yielded only 2 or 3 pumpkins. എന്താ പറയുന്നത്? എൻ്റെ വീടിൻ്റെ കിച്ചണിൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു കൃഷിത്തോട്ടമുണ്ട്. അവിടെ ഒരു മത്തൻ്റെ തൈ ഇങ്ങനെ വളർന്നു വന്നു. അത് സ്വന്തമായിട്ട് മുളച്ചു വന്നതാണ് കേട്ടോ. ഈ കുട്ടി നട്ടതല്ല, സ്വന്തമായിട്ട് മുളച്ചു വന്നതാണ്. പക്ഷേ അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ അതിൽ കായ ഉണ്ടായപ്പോൾ 2 or 3 കായകൾ മാത്രമാണ് ഉണ്ടായത്. പിന്നെ അത് കാര്യമായിട്ടുള്ള വിളവൊന്നും തന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? കൂടുതൽ ഫലങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പച്ചക്കറികളോ പഴങ്ങളോ എന്തുമാവട്ടെ, ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ഫലങ്ങൾ ലഭിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത്? വെറുതെ കൊണ്ടുപോയി നമ്മളൊരു ചെടി, ഒരു വിത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ നമുക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുമോ? ഇല്ല അല്ലേ. നമ്മൾ അതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഫെർട്ടൈൽ സോയിൽ, അതായത് നല്ല വളക്കൂറുള്ള മണ്ണ് ഉണ്ടായിരിക്കണം, ഫെർട്ടൈൽ സോയിൽ അല്ലേ. അടുത്തത് ഫേവറബിൾ ക്ലൈമറ്റ്. ഫേവറബിൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ കാലാവസ്ഥ വേണം അല്ലേ. ഇപ്പോൾ നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ചില പച്ചക്കറികൾ കൊണ്ടുവന്ന് നമ്മുടെ കാലാവസ്ഥയിൽ കുഴിച്ചിട്ടാൽ അത് ഉണ്ടാവുമോ? അത് അത്രത്തോളം ഉണ്ടാകണമെന്നില്ല അല്ലേ. കാരണം നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് തണുത്ത കാലാവസ്ഥയല്ല. അടുത്തതായിട്ട് എന്താ പറയുന്നത്? ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. ക്വാളിറ്റി സീഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല ഗുണമേന്മയുള്ള വിത്തുകളായിരിക്കണം അല്ലേ. അതേപോലെ തന്നെ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, ഇപ്പം നമ്മൾ വിത്തുകളാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഗുണമേന്മയുള്ള വിത്തുകളായിരിക്കണം. നിങ്ങൾ ചെടികളുടെ തൈകളാണ് നടുന്നതെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യമുള്ള തൈകളായിരിക്കണം. എങ്കിലേ അത് നല്ല രീതിയിൽ വളർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുകയുള്ളൂ അല്ലേ. വിത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എ സിംഗിൾ പ്ലാന്റ് ഈൽ പ്ലെൻറ്റി ഓഫ് സീഡ്സ്. ഒരു ചെറിയ ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒറ്റ ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് വിത്തുകൾ ലഭിക്കും അല്ലേ. ആർ ഓൾ സീഡ്സ് സ്യൂട്ടബിൾ ഫോർ ഫാമിംഗ്. എല്ലാ വിത്തുകളും കൃഷിക്ക് അനുയോജ്യമായിരിക്കുമോ? അല്ല അല്ലേ. കാരണം എന്താണ്? എല്ലാ വിത്തുകൾക്കും ഒരുപോലെയുള്ള ഗുണമേന്മ ഉണ്ടാവണമെന്നില്ല. ചില വിത്തുകളായിരിക്കും കൃഷിക്ക് അനുയോജ്യം അല്ലേ. ചിലത് നമ്മൾ നട്ടാൽ പോലും മുളച്ച് വരണമെന്ന് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? വെണ്ടച്ചെടിയാണ് അല്ലേ, വെണ്ടയ്ക്കയാണ്. 2 ചെടികൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ ചെടിയിൽ നിങ്ങൾക്ക് കാണാം ധാരാളം വെണ്ടയ്ക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ ചെടിയാണെങ്കിലോ അതെന്തോ രോഗാണുബാധ ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അല്ലേ. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്, ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്, നോട്ട് ദ ഡിഫറൻസസ് നോട്ട് ചെയ്യുക. വിച്ച് ഹാസ് മോർ ഈൽഡ്. ഇതിലേതാണ് കൂടുതൽ ഫലം തരാൻ സാധ്യതയുള്ളത്? ഇതിൽ ആദ്യത്തെ ചിത്രമാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ആദ്യത്തെ ചിത്രത്തിൽ ധാരാളം പൂക്കളും അതുപോലെ തന്നെ കായ്കളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ ചിത്രത്തിലോ ഇത് രോഗാണുബാധ വന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻ സീഡ്സ് ബി കളക്റ്റഡ് ഫ്രം എ ഡിസീസ്ഡ് പ്ലാന്റ്. രോഗബാധിതമായ അല്ലെങ്കിൽ രോഗമുള്ള ഒരു ചെടിയിൽ നിന്നും ശേഖരിക്കുന്ന വിത്തുകൾ നമുക്ക്
ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെടിയിൽ നിന്ന് നിങ്ങൾക്ക് വിത്തുകൾ ശേഖരിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല അല്ലേ, കാരണം അതിൻ്റെ വിത്തുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും, നശിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് ഫ്രൂട്ട്സ് ആർ ഫോംഡ് ഇൻ എ പ്ലാന്റ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ലൈഫ്? Which stage is suitable for collecting seeds? The first formed, mid formed or those formed at the end of its growing stage? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്ക ചെടികളിലും പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ഒരു ചെടി, ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വെണ്ട ചെടി തന്നെ നമ്മൾ കുഴിച്ചിട്ടു. അത് ആദ്യം തന്നെ അതിൽ ഒരുപാട് കായ്കളുണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കായ്കളുണ്ടാവും. പല സ്റ്റേജിലായിട്ടായിരിക്കും അതിൽ കായ്കൾ ഉണ്ടാവുന്നത്. അപ്പം ഈ പല സ്റ്റേജിലുണ്ടാകുന്ന കായ്കൾക്കും പല ഗുണമേന്മയായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ ആദ്യമായിട്ട് ആ ചെടിയിലുണ്ടാവുന്നത് നല്ല ഫലമായിരിക്കും അല്ലേ, നല്ല ആരോഗ്യമുള്ള അല്ലെങ്കിൽ നല്ല വിത്തുകൾ തരുന്ന ഫലമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അതെന്ത് ചെയ്യും, ശോഷിച്ച് വന്ന് വളരെ ദുർബലമായിട്ടുള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ അത്ര ഗുണമേന്മ ഇല്ലാത്ത പച്ചക്കറികൾ ഉണ്ടാകും. അപ്പോൾ ഒരു ചെടിയുടെ തന്നെ പല സ്റ്റേജിൽ പല രീതിയിലുള്ള ഫലമായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ട്രൈ ടു റൈറ്റ് ഡൗൺ ദ ക്വാളിറ്റീസ് എസെൻഷ്യൽ ഫോർ എ പ്ലാന്റ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ്. വിത്തുകൾ ശേഖരിക്കാൻ ഒരു ചെടിക്ക് ആവശ്യമായ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നിങ്ങളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഏത് ഘട്ടത്തിലാണ് നമ്മൾ വിത്തുകൾ ശേഖരിക്കേണ്ടത്? ആദ്യമായിട്ടുണ്ടാകുന്ന ആ ഒരു പച്ചക്കറിയാണോ നമ്മൾ വിത്തിന് വേണ്ടി ശേഖരിക്കേണ്ടത്, അതോ അവസാനം ഉണ്ടാവുന്നതാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് എഴുതാനായിട്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സോവിങ് ആൻഡ് സ്പ്രൗട്ടിങ് എന്നുള്ളതാണ്. സോവിങ് ആൻഡ് സ്പ്രൗട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാകി മുളപ്പിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പം നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു, നമുക്ക് വിത്തുകൾ ചെടിയിൽ നിന്ന് എടുത്തിട്ട് നല്ല വിത്തുകൾ നോക്കി വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുഴിച്ചിടാമെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ കേസിലും അത് നടക്കില്ല. കാരണം നിങ്ങൾക്കറിയാം, വളരെ ചെറിയ വിത്തുകൾ വരുന്ന ചെടികളുണ്ട്. ഇപ്പം ബ്രിഞ്ചാൾ എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ചെടികൾക്ക് ചെറിയ വിത്തുകളാണ്. അപ്പം അതിലേതാണ് നല്ലത് ഏതാണ് മോശമെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോവിങ് ആൻഡ് സ്പ്രൗട്ടിങ്. അതായത് വിത്തുകളെല്ലാം നമ്മൾ പാകി നോക്കണം. അതിൽ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരുന്ന ചെടികളെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാക്കുക. അപ്പം ഈ ഒരു രീതിയാണ് നമ്മൾ സോവിങ് ആൻഡ് സ്പ്രൗട്ടിങ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ബ്രിഞ്ചാൾ, ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ ചില്ലി, അങ്ങനെ ചെറിയ വിത്തുകൾ വരുന്ന ചെടികളെല്ലാം നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ വേറൊരു മെത്തേഡ് പഠിക്കാൻ പോവാണ് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട്. അതിന് നമ്മൾ സ്റ്റെം കട്ടിങ് എന്നാണ് പറയുന്നത്. സ്റ്റെം കട്ടിങ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെം കട്ടിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ചെടിയുടെ തണ്ട് മുറിച്ചെടുത്തിട്ട് നടുന്ന രീതിയാണ് സ്റ്റെം കട്ടിങ് അല്ലേ. സ്റ്റെം കട്ടിങ്ങിന് മുമ്പ് നമുക്ക് 2 രീതിയിലുള്ള റീപ്രൊഡക്ഷനാണ് ചെടികളിൽ നടക്കുന്നത്. അത് പഠിക്കണം. അതിൽ ഒന്നാമത്തേത് സെക്ഷൽ റീപ്രൊഡക്ഷനും രണ്ടാമത്തേത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണെന്ന്. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ്സ് ഈസ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് വിത്തുകളിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും, ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് വേരിൽ നിന്നോ അല്ലെങ്കിൽ തണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഇലയിൽ നിന്നോ ഇങ്ങനെ ചെടിയുടെ ഏതെങ്കിലും ഭാഗത്തു നിന്നും പുതിയ ചെടി ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നും പറയുന്നു. മനസ്സിലായോ? അപ്പോൾ വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാകുന്ന എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും, ചെടിയുടെ തന്നെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് പുതിയൊരു ചെടി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നും പറയുന്നു. ടാപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ആർ കൾട്ടിവേറ്റഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം കട്ടിംഗ്. ഇനി സ്റ്റെം കട്ടിങ്ങുകൾ അല്ലെങ്കിൽ നമ്മൾ തണ്ട് മുറിച്ച് നട്ടുണ്ടാവുന്ന രണ്ട് ചെടികളാണ് ടാപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ. കപ്പയും അതുപോലെ തന്നെ മധുരക്കിഴങ്ങും. ഇതുപോലെയുള്ള കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ടേബിൾ ഫില്ല് ചെയ്യണം. അപ്പോൾ സ്റ്റെം കട്ടിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു ചെടിയിൽ നിന്നും അതിൻ്റെ ഒരു തണ്ട് അല്ലെങ്കിൽ ഒരു ശിഖരം മുറിച്ചെടുത്തിട്ട് പുതിയ ചെടി ഉണ്ടാക്കുക. അതിനെയാണ് നമ്മൾ സ്റ്റെം കട്ടിങ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് എല്ലാം നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ. നമ്മുടെ വീട്ടിൽ നടുന്ന പലതരം ചെടികൾ, അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ചുറ്റുപാടിൽ നിന്നും കിട്ടും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ലെയറിംഗ് ആണ്. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെടിയുടെ ശിഖരത്തിൽ നിന്ന് തന്നെ വേരുകൾ മുളപ്പിച്ചെടുത്തിട്ട് പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കുക. ആ രീതിയാണ് നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നത്.
അതായത് ഏത് ചെടിയിൽ നിന്നാണോ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഒരു കൊമ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശാഖയിൽ തന്നെ വേരുകൾ മുളപ്പിച്ചെടുത്ത് പുതിയ ചെടിയെ നിർമ്മിക്കുക. ആ ഒരു രീതിയെ പറയുന്ന പേരാണ് ലെയറിങ്. എങ്ങനെയാണ് ലെയറിങ് ചെയ്യുന്നതെന്ന് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. ഏത് ചെടിയിൽ നിന്നാണോ നമുക്ക് പുതിയ ചെടി നിർമ്മിക്കേണ്ടത് ആ ചെടിയുടെ ഒരു ശാഖ തിരഞ്ഞെടുക്കുക. ദ ബ്രാഞ്ച് മസ്റ്റ് ബി പെൻസിൽ തിക്ക്. വളരെ വണ്ണം കുറഞ്ഞ് പെൻസിലിൻ്റെ അത്രയും വണ്ണമുള്ള ഒരു ശാഖയായിരിക്കണം. ദ ബ്രാഞ്ചസ് ഫ്രം ദ മെയിൻ സ്റ്റെം ആർ ബെറ്റർ. പ്രധാന തടിയിൽ നിന്നുള്ള ശാഖകളാണെങ്കിൽ നല്ലതായിരിക്കും. പ്രധാന തടിയിൽ നിന്നുള്ള ശാഖകൾ. പീൽ ഓഫ് 1 centimeter ഓഫ് ബാർക്ക് ഫ്രം ദ സ്റ്റെം ഇൻ എ സർക്കുലാർ ഷേപ്പ്. അതായത് വൃത്താകൃതിയിൽ 1 centimeter വീതിയിൽ അതിൻ്റെ തൊലി മുറിച്ചു മാറ്റുക. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം അല്ലേ? ഈ ഒരു സ്റ്റെമ്മിൽ നിന്നും വൃത്താകൃതിയിൽ 1 centimeter നീളത്തിൽ അതിൻ്റെ തൊലി അടർത്തി മാറ്റി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് എ സ്ലൈറ്റ്ലി മോയ്സ്റ്റൻഡ് മിക്സർ ഓഫ് കോക്കനട്ട് ഫൈബർ, സോയിൽ ആൻഡ് സോഡസ്റ്റ്. അതായത് നമ്മുടെ കോക്കനട്ട് ഫൈബർ എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ് ഇല്ലേ? ചകിരിച്ചോറ്, അതുപോലെ തന്നെ മണ്ണ്, പിന്നെ സോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മരപ്പൊടി. ഈ 3 സാധനം കൂടെ ചെറിയ രീതിയിൽ നനച്ചിട്ട് ചെറിയ നനവോട് കൂടി ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് ആ ഭാഗത്ത് കവർ ചെയ്യുക, നമ്മൾ ഈ തൊലി കളഞ്ഞ ഭാഗത്ത്. എന്നിട്ടോ കവർ ഇറ്റ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ്. ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് അത് കവർ ചെയ്യുക. ടൈ ബോത്ത് എൻഡ്സ് വിത്ത് ജൂട്ട് ട്വൈൻ. വെറ്റ് ഇറ്റ് വിത്ത് എനഫ് വാട്ടർ ടു റീറ്റെയിൻ മോയ്സ്ചർ. എന്നിട്ട് അത് എന്തെങ്കിലും ചരട് ഉപയോഗിച്ച് കെട്ടിവെക്കുക. ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. അടുത്തതായിട്ട് ന്യൂമറസ് റൂട്ട്സ് വിൽ സ്പ്രൗട്ട് വിത്തിൻ 2 months. 2 മാസത്തിനുള്ളിൽ ധാരാളം വേരുകൾ അവിടെ ഉണ്ടാകാൻ തുടങ്ങും. ഓക്കെ. കട്ട് ദ ബ്രാഞ്ച് ആൻഡ് പ്ലാന്റ് ഇറ്റ് ഇൻ എ പോട്ട്. ആ ഒരു ശിഖരം മുറിച്ചെടുത്തിട്ട് വേറെ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പാത്രത്തിൽ നടുക. ടിൽ ഇറ്റ് ഈസ് റെഡി ടു ബി ട്രാൻസ്പ്ലാന്റഡ് ഇൻ ദ സോയിൽ. മണ്ണിലേക്ക് നടുന്നതിന് മുൻപ് ആദ്യം അതൊരു പോട്ടിൽ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിലോ വെള്ളം നട്ടിട്ട് കുറച്ച് ആരോഗ്യമുള്ള ഒരു ചെടിയായി കഴിയുമ്പോൾ അതിനെ മണ്ണിലേക്ക് മാറ്റി നടുക. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ ആ ഒരു ശാഖയെ മുറിച്ച് മാറ്റുന്നില്ല, പകരം അവിടെ എന്ത് ചെയ്യുന്നു? പുതിയ വേരുകൾ മുളപ്പിച്ചെടുക്കുന്നു. എന്നിട്ട് വേരുകൾ നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ ആ ശാഖ മുറിച്ചെടുത്തിട്ട് മണ്ണിലേക്ക് വെക്കുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവ വളരും. ഓക്കെ. ഇത്തരത്തിൽ നമ്മൾ ലെയറിങ് ചെയ്യുന്ന ചില ചെടികളാണ് ജാസ്മിൻ, റോസ്, ഹിബിസ്കസ്, കാഷ്യൂ, സപ്പോട്ട ഇതുപോലെയുള്ള ചെടികൾ. ഇവയിൽ ലെയറിങ് വളരെ എഫക്റ്റീവാണ്. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ലെയറിങ് ഈസ് ഓൾസോ ഡൺ ഓൺ ബ്രാഞ്ചസ് ദാറ്റ് ഗ്രോ ക്ലോസ് ടു ദ സോയിൽ ബൈ ബെൻഡിങ് ദ മിഡിൽ ഓഫ് ദ ബ്രാഞ്ച് ഇൻ ടു ദ സോയിൽ. ലെയറിങ് നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. എങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ ചെടിയിൽ നിന്ന് വീണ് കിടക്കുന്ന കണ്ടോ? ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വളഞ്ഞ ചില ശാഖകളുണ്ടാവും. ആ ശാഖകളെ മണ്ണിലേക്ക് വളച്ച് വെച്ചിട്ട് അവിടെ വേരുകൾ ഉണ്ടാക്കി അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ലെയറിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2 രീതിയിൽ ലെയറിങ് ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്തത് ലെറ്റ് us എക്സാമിൻ സം ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ലെയറിങ്. ലെയറിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ. മിക്ക ചെടികളും നമുക്ക് ഇങ്ങനെ വളർത്താനായിട്ട് സാധിക്കും. പ്ലാന്റ്സ് ഫോംഡ് ഫ്രം ലെയറിങ് ഡു നോട്ട് ഹാവ് ആസ് മച്ച് ലൈഫ് സ്പാൻ ആസ് പ്ലാന്റ്സ് ഫോംഡ് ഫ്രം സീഡ് ജെർമിനേഷൻ. അതായത് വിത്തുകൾ പാകി മുളപ്പിച്ചുണ്ടാക്കുന്ന ചെടികളില്ലേ, ആ ചെടികളുടെ അത്ര തന്നെ ആയുസ് ഇത്തരത്തിലുള്ള ചെടികൾക്ക് ലഭിക്കണമെന്നില്ല. മനസ്സിലായോ? ലെയറിങ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾക്ക് വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടികളുടെ അത്ര തന്നെ ആയുസ് ഉണ്ടാവണമെന്നില്ല. ദേ വിൽ ബി ഓഫ് സ്മോളർ സൈസ് ടു. അവയുടെ സൈസും ചെറുതായിരിക്കും. അടുത്ത എന്താ പറയുന്നത്? ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. അതിൻ്റെ മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ചെടിക്ക് ഉണ്ടായിരിക്കും. ഇഫ് ലെയറിങ് ഈസ് ഡൺ ഓൺ ഡിസീസ്ഡ് പ്ലാന്റ്സ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് വിൽ ഓൾസോ ബി ഇൻഫെക്റ്റഡ്. എന്തെങ്കിലും രോഗബാധിതമായ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗബാധിതയുള്ള ഒരു മരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ചെടിയിൽ നിന്നാണ് നമ്മൾ ലെയറിങ് വഴി പുതിയ ചെടി ഉണ്ടാക്കുന്നത് എങ്കിൽ ആ പുതിയ ചെടിക്കും ഈ രോഗം ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. Flowering and fruiting of such plants are faster than those in plants formed from seeds. അതായത് വിത്ത് മുളപ്പിച്ചുണ്ടാക്കുന്ന ചെടിയിൽ പൂക്കളും അതുപോലെ തന്നെ ഫലങ്ങളും ഉണ്ടാകുന്നതിനേക്കാളും എളുപ്പത്തിൽ അല്ലെങ്കിൽ വേഗത്തിൽ ലെയറിങ് വഴി ഉണ്ടാകുന്ന ചെടികളിൽ പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? പെട്ടെന്ന് തന്നെ അവയ്ക്ക് എന്തുണ്ടാവും? ഫലമുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തത് ത്രൂ ദിസ് മെത്തേഡ് വി ക്യാൻ പ്രൊഡ്യൂസ് മോർ സാപ്ലിങ്സ് വിത്തിൻ എ ഷോർട്ട് പീരിയഡ്. ഈ ഒരു രീതിയിലൂടെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചെടികളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. ലെയേർഡ് പ്ലാന്റ്സ് ഡു നോട്ട് പൊസസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇത്തരത്തിലുണ്ടാകുന്ന ചെടികൾക്ക് തായ് വേരുകൾ, ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ തായ് വേര് അല്ലേ, തായ് വേരുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല.
ദേ റിക്വയർ മോർ കെയർ, ഇവയ്ക്ക് കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ലെയറിങ് വഴി ചെടികൾ ഉണ്ടാക്കുമ്പോൾ. ഇനി അടുത്തൊരു മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്രാഫ്റ്റിംഗ് ഈസ് അനദർ മെത്തേഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ്. അതായത് നല്ല ഗുണമേന്മയുള്ള അല്ലെങ്കിൽ മികച്ച രീതിയിലുള്ള ചെടികൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് പ്രാക്ടീസ്ഡ് ഫ്രം ആൻഷ്യൻ ടൈംസ്. പുരാതന കാലം മുതൽ തന്നെ ഈ ഒരു രീതി നമ്മൾ ചെയ്യാറുണ്ട്. സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ജോയിനിങ് ദ സ്റ്റെംസ് ഓഫ് ടു പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരേ ഗണത്തിൽപ്പെട്ട ചെടികളുടെ ശാഖകൾ തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് പുതിയൊരു ചെടി ഇതിൽ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഒരേ ഇനത്തിൽപ്പെട്ട രണ്ട് ചെടികളുടെ കമ്പുകൾ അല്ലെങ്കിൽ ശാഖകൾ തമ്മിൽ ഒരുമിപ്പിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ പുതിയ ചെടി നിർമ്മിക്കുന്നത്. അതിനുവേണ്ടി ദ റൂട്ടഡ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സ്റ്റോക്ക്. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തെടുത്ത റൂട്ടഡ് പ്ലാന്റിനെ നമ്മൾ സ്റ്റോക്ക് എന്നും ആൻഡ് ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സയൺ. അതിനുവേണ്ടി എടുത്ത ഒരു ബ്രാഞ്ചിനെ, മറ്റൊരു ചെടിയുടെ ശാഖയെ നമ്മൾ സയോൺ എന്നും പറയുന്നു. അപ്പം സ്റ്റോക്കും സയോണും എന്താണെന്ന് മനസ്സിലാക്കണം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത ചെടി, റൂട്ടഡ് പ്ലാന്റ്, ആ ചെടിയിലാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത ബ്രാഞ്ച്, അതിനെ നമ്മൾ സയോൺ എന്നും പറയും. ബ്രാഞ്ചസ് ഓഫ് മാംഗോ ട്രീസ് ലൈക്ക് നീലം, മൽഗോവ എക്സെട്ര ക്യാൻ ബി ഗ്രാഫ്റ്റഡ് ടു ദ പ്ലാന്റ്ലെറ്റ്സ് ഓഫ് ഇൻഡിജീനിയസ് മാംഗോ ട്രീസ്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നീലം, മൽഗോവ, അതൊക്കെ ചില പ്രത്യേകതരം മാങ്ങകളാണ്, ഗുണമേന്മയുള്ള മാങ്ങകളാണ്. അപ്പം ഇവയുടെ ബ്രാഞ്ചസ് എടുത്തിട്ട് നമ്മുടെ നാടൻ മാവുകളിൽ നമുക്ക് ഈ രീതിയിൽ ഈ ഗ്രാഫ്റ്റിംഗ് വഴി നമുക്ക് പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി, ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് കാണാം ഈ ചിത്രത്തിൽ രണ്ട് ചെടികൾ വരുന്നുണ്ട് അല്ലേ. ഈ ചെടിച്ചട്ടിയിലിരിക്കുന്ന ഈ ചെടി, ഇതിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും. അതായത് റൂട്ടഡ് പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്. അടുത്ത ചെടി കണ്ടോ, കുറച്ച് വലിയൊരു മരം അല്ലേ. ഇതിൻ്റെ ഈ ഒരു ബ്രാഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സയോൺ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കൂ. പീൽ ഓഫ് ദ ബാർക്ക് ഫ്രം ദ ഫേസിംഗ് സൈഡ്സ് ഓഫ് ബോത്ത് ദ സ്റ്റോക്ക് ആൻഡ് സയോൺ ഇൻ 3.5 സെൻറ്റിമീറ്റർ ലെങ്ത്. അതായത് 3.5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ രണ്ട് ചെടികളിൽ നിന്നും ഓരോ തൊലിയുടെ കഷ്ണങ്ങൾ റിമൂവ് ചെയ്യുക. അപ്പോൾ സയോണിൽ നിന്നും കളയണം, അതുപോലെ തന്നെ സ്റ്റോക്കിൽ നിന്നും കളയണം, 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ. എന്നിട്ട് ബ്രിങ് ദ പീൽഡ് ഓഫ് പോർഷൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് സയോൺ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. നമ്മൾ ആ തൊലി കളഞ്ഞ ഭാഗങ്ങളില്ലേ രണ്ടിൻ്റെയും, അത് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. റാപ്പ് ദം ടുഗദർ ഫേംലി വിത്ത് എ ജൂഡ് ട്വൈൻ. അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, ഒരു ചരട് വെച്ചിട്ട് കെട്ടുക. തൊലി കളഞ്ഞ രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് ഒരു ചരട് കൊണ്ട് കെട്ടുക. അടുത്തതായിട്ട് പറയുന്നത് കവർ ഇറ്റ് വിത്ത് എ വാക്സ് ക്ലോത്ത് ഓർ എ പ്ലാസ്റ്റിക് ടേപ്പ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അതൊന്ന് കവർ ചെയ്യണം. ആഫ്റ്റർ 1 month, ഒരു മാസത്തിന് ശേഷം, കട്ട് പാർഷ്യലി ദ സ്റ്റോക്ക് എബവ് ദ കവേർഡ് ഏരിയ ആൻഡ് ദ സയോൺ ബിലോ. ഒരു മാസത്തിന് ശേഷം എന്ത് ചെയ്യണം, സ്റ്റോക്ക്, അതായത് ഈ റൂട്ടഡ് പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സയോൺ അല്ലെങ്കിൽ ഈ വലിയ മരത്തിൻ്റെ ബ്രാഞ്ചില്ലേ, അതിൻ്റെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. വെയിറ്റ് ഫോർ 1 more month, എന്നിട്ട് ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യുക. ആൻഡ് കട്ട് ആൻഡ് ഡിറ്റാച്ച് ദ പാർട്ട് കംപ്ലീറ്റ്ലി, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് കട്ട് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ ഈ ചെറിയ ചെടി ഈ വലിയ മരത്തിൽ നിന്നും വിട്ടു അല്ലേ, എന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. വെൻ ഇറ്റ് അറ്റൈൻസ് പ്രോപ്പർ ഗ്രോത്ത് ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ എ മോർ സ്യൂട്ടബിൾ പ്ലേസ്. എന്നിട്ട് ഇത് കൂടുതലായിട്ട് വളരുമ്പോൾ അതിനെ എന്ത് ചെയ്യുക, നല്ലൊരു സ്ഥലത്തേക്ക് റീപ്ലാന്റ് ചെയ്യുക. റിമൂവ് എനി ന്യൂ ബ്രാഞ്ചസ് സ്പ്രൗട്ടിങ് ഓൺ ദ സ്റ്റോക്ക്. ഇനി ഏതെങ്കിലും പുതിയ ശാഖകൾ മുളച്ചുണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ലെയറിങ്ങിൽ നമ്മൾ ചെയ്തത് എന്താണ്, ലെയറിങ്ങിൽ ഒരു ചെടിയുടെ ശാഖയിൽ നിന്ന് തന്നെ വേരുകൾ മുളപ്പിച്ചെടുത്ത് പുതിയൊരു ചെടി ഉണ്ടാക്കി അല്ലേ. അടുത്തായിട്ട് നമ്മൾ പഠിച്ചത് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, രണ്ട് ചെടികളിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഓരോ ശാഖകളെ ഒരുമിച്ച് നിർത്തിയിട്ട് അവയെ ഒന്നാക്കി കുറച്ച് നാളുകൾക്ക് ശേഷം അത് കട്ട് ചെയ്ത് പുതിയൊരു ചെടി അതിൽ നിന്നും ഉണ്ടാക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ബഡ്ഡിങ് എന്താണെന്നാണ്. ബഡ്ഡിങ്, മുകുളം ഒട്ടിക്കൽ എന്നാണ് മലയാളത്തിൽ ബഡ്ഡിങ്ങിന് പറയുന്നത്. ബഡ് എന്ന് പറഞ്ഞാൽ മുകുളമാണ്. ഓക്കെ, ഇൻ ദിസ് മെത്തേഡ് എ ബഡ് ഈസ് ഗ്രാഫ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാഫ്റ്റിംഗ് എ ബ്രാഞ്ച് ടു അനദർ പ്ലാന്റ്. അതായത് ഒരു ശാഖ മൊത്തം മറ്റൊരു ചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നില്ല, പകരം ഒരു മുകുളം, അതിൻ്റെ ഒരു മുകുളം എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് മറ്റൊരു ചെടിയിലേക്ക് ഒട്ടിക്കുന്നത്. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്. ഒരേ ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ
ഉണ്ടാക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഈ ഒരു രീതി നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില റോസ് അല്ലെങ്കിൽ ചെമ്പരത്തി പോലുള്ള ചെടികളിലൊക്കെ ഒരു ചെടിയിൽ തന്നെ പല കളറിലുള്ള പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ ബഡ്ഡിങ് വഴിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബഡ്ഡിങ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കട്ട് ഓഫ് ദ ബഡ് ഫ്രം എ ക്വാളിറ്റി പ്ലാന്റ്. ഗുണമേന്മയുള്ള ഒരു ചെടിയിൽ നിന്നും ഒരു മുകുളം മുറിച്ചെടുക്കുക. എന്നിട്ട് മേക്ക് എ ടീ ഷേപ്ഡ് കട്ട് ഓൺ ദ പ്ലാന്റ് ഓൺ വിച്ച് ദ ബഡ് ഈസ് ടു ബി ഗ്രാഫ്റ്റഡ് ആൻഡ് ലീവ് ദ ബാർക്ക് ഓപ്പൺ. എന്നിട്ട് ഏത് ചെടിയിലാണോ നമുക്ക് ബഡ്ഡിങ് ചെയ്യേണ്ടത് ആ ചെടിയിൽ നിന്നും ടീ ഷേപ്പിൽ, ടീ ആകൃതിയിൽ എന്ത് ചെയ്യുക, ഒരു ഭാഗം കട്ട് ചെയ്ത് കളയുക, ഒരു തൊലി. ഇൻസേർട്ട് ദ ബഡ് ഇൻ ടു ദ ടീ ഷേപ്ഡ് കട്ട് ഓൺ ദ ബാർക്ക്. ആ ടീ ഷേപ്ഡ് കട്ട് ചെയ്ത ആ ഭാഗത്തേക്ക് ഈ ബഡ്, നമ്മൾ നേരത്തെ മറ്റേ ചെടിയിൽ നിന്ന് എടുത്ത ബഡ് ഇൻസേർട്ട് ചെയ്യുക. റാപ്പ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബഡ് ഈസ് എക്സ്പോസ്ഡ്. ബഡ് പുറത്ത് കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ മുകുളം പുറത്ത് കാണുന്ന രീതിയിൽ അത് കെട്ടിവെക്കുക. കട്ട് ഓഫ് ദ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റോക്ക് വെൻ ദ ബഡ് അറ്റൈൻസ് പ്രോപ്പർ ഗ്രോത്ത്. ആ മുകുളം കറക്റ്റായിട്ട് വളരാൻ തുടങ്ങും, അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയുക. മനസ്സിലായോ? അപ്പോൾ അവിടെ എന്ത് ചെയ്യും, പുതിയ ശാഖ ഉണ്ടാവാനായിട്ട് തുടങ്ങും. ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഡ്ഡിങ് ചെയ്തത്. അതായത് ഒരു ഗുണമേന്മയുള്ള ചെടിയുടെ മുകുളം എടുത്തിട്ട് മറ്റൊരു ചെടിയിൽ വെച്ച് പിടിപ്പിച്ച് അവിടെ അത് മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെ പുതിയൊരു ശാഖ ഉണ്ടാകാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇത് പുതിയൊരു, നമ്മൾ ഏത് ചെടിയിൽ നിന്നാണ് എടുത്ത് ആ ചെടിയുടെ എല്ലാ ഗുണങ്ങളും നമ്മൾ പുതുതായിട്ട് മുളപ്പിച്ച ആ ഒരു മുകുളത്തിന് അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിന് ലഭിക്കും. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബഡ്ഡിങ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. 2 രീതിയിലുള്ള വിത്തുകൾ, വെറൈറ്റി 1ഉം വെറൈറ്റി 2ഉം. അപ്പം വെറൈറ്റി 1ൽ എന്തൊക്കെയാണ് പറയുന്നത്, ലോങ് ലൈഫ് സ്പാൻ ആണ്, അതായത് കൂടുതൽ കാലം നിൽക്കുന്ന ഒരു ചെടിയുടെ വിത്താണിത്. വെറൈറ്റി 2ൽ പറയുന്നത് ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്, അതിന് ആയുസ് കുറവാണ്, ലോ ഈൽഡ് ആണ്, അല്ലെങ്കിൽ വിളവ് കുറവാണ്. വെറൈറ്റി 2ൽ ഹൈ ഈൽഡ് ആണ്, വിളവ് കൂടുതലാണ്. വെറൈറ്റി 1ൽ ആക്റ്റീവ് ഗ്രോത്ത് ഇൻ അവർ സോയിൽ, അതായത് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരും. അടുത്തതിലോ പുവർ ഗ്രോത്ത് ഇൻ അവർ സോയിൽ, നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരണമെന്നില്ല. ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസസ്, ആദ്യത്തെ വെറൈറ്റി രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ളതാണ്. വെറൈറ്റി 2ഓ ലോ റെസിസ്റ്റൻസ് ടു ഡിസീസ്, രോഗപ്രതിരോധ ശേഷി കുറവാണ്. വെറൈറ്റി 1ൽ നീഡ് ലെസ് നർച്ചറിങ്, അതായത് പരിചരണം വളരെ കുറച്ച് ആവശ്യമുള്ളൂ. വെറൈറ്റി 2ൽ നീഡ്സ് മോർ നർച്ചറിങ്, കൂടുതൽ പരിചരണം ആവശ്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള 2 ടൈപ്പ് ഓഫ് വിത്തുകളാണ് പറയുന്നത്. ഇനി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ 2ൻ്റെ പ്രത്യേകതകൾ ഒന്ന് ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ട് ഏതൊക്കെ മെത്തേഡുകൾ വഴി നമുക്ക് പുതിയ ചെടികൾ ഇത് 2ഉം വെച്ചിട്ടുണ്ടാക്കാനായിട്ട് സാധിക്കും, ഇതിൻ്റെ 2ൻ്റെയും നല്ല ക്വാളിറ്റീസ് ചേർന്നിട്ടുള്ള പുതിയ ചെടികൾ നിർമ്മിക്കാൻ ഇപ്പം നമ്മൾ ഈ പഠിച്ച മെത്തേഡ്സിൽ ഏതെങ്കിലും മെത്തേഡ്സ് ആപ്റ്റ് ആണോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മളിന്ന് പഠിച്ച പോയിന്റ്സ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. സോവിങ് ആൻഡ് സ്പ്രൗട്ടിംഗ് ആണ് അല്ലേ. സോവിങ് ആൻഡ് സ്പ്രൗട്ടിംഗ് എന്തായിരുന്നു, പാകി മുളപ്പിക്കുക വിത്ത് അല്ലേ. In the case of brinjal, good seedlings are transplanted after sowing and sprouting seeds. വഴുതനയുടെ എക്സാമ്പിൾ എടുത്താൽ നല്ല വിത്തുകൾ എങ്ങനെയാണ് സോവിങ് ആൻഡ് സ്പ്രൗട്ടിങ്ങിലൂടെ അല്ലെങ്കിൽ പാകി മുളപ്പിച്ചാണ് നമുക്ക് ലഭിക്കുക. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സോവിങ് ആൻഡ് സ്പ്രൗട്ടിംഗ് എന്ന് പറയുന്നു. അതായത് വിത്തുകൾ പാകി മുളപ്പിച്ച് അതിൽ നിന്ന് നല്ല പ്ലാന്റ്സിനെ എടുക്കുക. ഇതിന് എക്സാമ്പിളാണ് ക്യാബേജ്, മസ്റ്റാർഡ് അതുപോലെയുള്ള ചെടികൾ. അടുത്ത എന്തായിരുന്നു പഠിച്ചത്, സ്റ്റെം കട്ടിങ് എന്താണ്. അവിടെ തന്നെ 2 കാര്യങ്ങൾ പഠിച്ചു, സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ്സ് ഈസ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. വിത്തുകളിൽ നിന്നും പുതിയ ചെടികൾ നിർമ്മിക്കുന്ന രീതിയെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നു. ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതായത് വേരിൽ നിന്നോ അല്ലെങ്കിൽ തടിയിൽ നിന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഇലയിൽ നിന്നോ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് പുതിയ ചെടികൾ നിർമ്മിക്കുന്നതിനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. ടാപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ആർ കൾട്ടിവേറ്റഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം കട്ടിങ്സ്. കപ്പയും അതുപോലെ തന്നെ മധുരക്കിഴങ്ങുമെല്ലാം സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത നമ്മൾ ലെയറിംഗ് എന്താണെന്ന് പഠിച്ചു അല്ലേ. The development of roots on a stem while the stem is still attached to the parent plant is called layering. ഒരു ചെടിയുടെ ശാഖ അതിൽ തന്നെ നിർത്തിക്കൊണ്ട് പുതിയ വേരുകൾ നിർമ്മിച്ച് പുതിയൊരു ചെടി ഉണ്ടാക്കുക, അതിനെ നമ്മൾ ലെയറിംഗ് എന്ന് പറയുന്നു. ലെയറിംഗ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് ജാസ്മിൻ, റോസ്, ഹിബിസ്കസ്, കാഷ്യൂ ആൻഡ് സപ്പോട്ട. ഈ ചെടികളിലൊക്കെയാണ് ലെയറിംഗ് എഫക്റ്റീവ് ആയിട്ടുള്ളത്. അടുത്തത് ഗ്രാഫ്റ്റിംഗ്. ഗ്രാഫ്റ്റിംഗ് ഈസ് അനദർ മെത്തേഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് ബൈ ജോയിനിങ് ദ സ്റ്റെംസ് ഓഫ് 2 പ്ലാന്റ്സ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരേ ഗണത്തിൽപ്പെട്ട ചെടിയുടെ 2 ചെടികളുടെ
ശാഖകൾ കൂടിച്ചേർന്ന് പുതിയൊരു ചെടി നിർമ്മിക്കുക. അതിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ റൂട്ടഡ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സ്റ്റോക്ക്. ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചെടി അല്ലെ റൂട്ടഡ് പ്ലാന്റിനെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും. ആൻഡ് ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സയോൺ. ഇതിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മറ്റൊരു ചെടിയുടെ ആ ശാഖ അതിനെ നമ്മൾ സയോൺ എന്ന് പറയുന്നു. പിന്നെ പഠിച്ചത് ബഡ്ഡിംഗ് ആയിരുന്നു അല്ലേ. ഇൻ ദിസ് മെത്തേഡ് എ ബഡ് ഈസ് ഗ്രാഫ്റ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗ്രാഫ്റ്റിംഗ് എ ബ്രാഞ്ച് ടു അനദർ പ്ലാന്റ്. അതായത് നമ്മൾ ഒരു ശാഖയെ കൊണ്ടുപോയി ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് പകരം ഒരു മുകുളമാണ് ഇവിടെ എടുക്കുന്നത്, ഒരു ബഡാണ് എടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ ദ സെയിം പ്ലാന്റ്. ഒരേ ചെടിയിൽ തന്നെ പല കളറിലുള്ള പൂക്കൾ നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഒരു രീതി നമുക്ക് ഉപയോഗിക്കാം. ബഡ്സ് ഓഫ് അതർ വെറൈറ്റീസ് ക്യാൻ ബി ഗ്രോൺ ഓൺ ഇൻഡിജിനിയസ് വെറൈറ്റീസ്. അതായത് നമ്മുടെ നാടനായിട്ടുള്ള ചെടികളിൽ പുതിയ വെറൈറ്റീസ് കൊണ്ടുവരാനും ഇത്തരത്തിലുള്ള ബഡ്ഡിംഗ് പോലെയുള്ള രീതികൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കാണാം. ബൈ.